ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ബോർഡ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? യെസ്, ഈ കാണുന്നതാണ് കടമറ്റം പള്ളി. എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്ത് അരക്കനാട് പഞ്ചായത്തിൽ കടമറ്റം എന്ന സ്ഥലത്താണ് ഈ ദേവാലയം നിലകൊള്ളുന്നത്. കടമറ്റം പള്ളി 9-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ തെളിവുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കടമറ്റം പള്ളിയുടെ അകത്തേക്ക് കടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഞെട്ടും. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പഴമയ്ക്ക് കോട്ടം തട്ടാതെ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കുന്നില്ല, കേടുവന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് നന്നാക്കിയെടുക്കുന്നു. ഏകദേശം 1300-ലധികം കുടുംബങ്ങളാണ് ഈ പള്ളിയുടെ കീഴിലുള്ളത്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളി ഇതുവരെ 4 തവണയാണ് പുതുക്കി പണിതിട്ടുള്ളത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. കടമറ്റം പള്ളിയുടെ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു വിളക്ക് കാണാം. വിശ്വാസികൾ നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന എണ്ണ ഈ കുരിശിൻ്റെ മുകളിലൂടെയാണ് ഒഴിക്കുന്നത്. ഒരു കെടാവിളക്ക് പോലെ ഇതിങ്ങനെ കത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു വരിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ വരിയിൽ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ചെന്ന ദിവസം ഇവിടെ പ്രസാദമായിട്ട് കിട്ടിയത് ഇതാണ്. ഇത് വാങ്ങാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഞാനും നിന്നത്. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ ഒന്നാണ് ഇത്. ഇരുവിഭാഗം തമ്മിലുള്ള തർക്കം കാരണം 1998-ൽ ഈ പള്ളി അടച്ചുപൂട്ടിയെങ്കിലും 8 വർഷത്തെ സമാധാന ശ്രമങ്ങൾക്ക് ശേഷം 2006-ൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ദേവാലയമായി വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു. ചരിത്രപ്രശസ്തനായ കടമറ്റത്ത് കത്തനാർ വസിച്ചിരുന്ന പള്ളിയാണ് ഇത്. AD 865-ൽ പേർഷ്യൻ പുരോഹിതനായ മോർ ആബോ ആണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ പള്ളിക്കടുത്ത് ഒരു കുടിലിൽ ഒരു വിധവയും അവരുടെ മകൻ പൗലോസും താമസിച്ചിരുന്നു. പൗലോസ് മോർ ആബോയെ വർഷങ്ങളോളം സഹായിക്കുകയും പിന്നീട് വൈദികനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കടമറ്റത്ത് കത്തനാർ എന്ന പേരിൽ അറിയപ്പെട്ടു. കടമറ്റം പള്ളിയിൽ ചെന്നാൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്. കാണുമ്പോൾ ഒരു കിണറിനെ പോലെ തന്നെ തോന്നുന്നില്ലേ? സത്യത്തിൽ ഇതൊരു കിണർ തന്നെയാണ്. പക്ഷേ ഈ കിണറിനും ഒരു പ്രത്യേകതയുണ്ട്, പറയാനായിട്ടൊരു കഥയുണ്ട്. മറ്റൊന്നുമല്ല, ഇതിന് പറയുന്ന പേരാണ് പോയേടം. അതായത് നമ്മുടെ കടമറ്റത്ത് കത്തനാർ മന്ത്രജാല വിദ്യകളൊക്കെ പഠിക്കാനായിട്ട് പാതാളത്തിലേക്ക് പോയിരുന്നത് ഈ കിണറിലൂടെയാണ് എന്നാണ് ഐതിഹ്യം. കടമറ്റം പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിയാണ് ഇത്. നമ്മൾ മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര തന്നെ സമ്പാദിച്ചാലും അതെല്ലാം ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് ഇതുപോലെ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളേണ്ടവനാണ് മനുഷ്യൻ എന്നൊരു വലിയൊരു പാഠം ഈ സെമിത്തേരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.